പുതിയ ബ്രാൻഡ്സ് ഒരുപാട് വന്നിരിക്കുന്നു. അതേപോലെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗും വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും കയ്യില് ആവശ്യത്തിലധികം കോസ്മെറ്റിക്സ് ആണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഡെയിലി ഒരു റുട്ടീന് വേണ്ടി നമുക്കിതിന്റെ ആവശ്യമില്ല. വളരെ കുറച്ച് പ്രോഡക്ട്സ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഈ കൺഫ്യൂഷൻ എന്നും ഒഴിവാക്കാൻ വേണ്ടി ഒരു ഈസി പ്രോസസ്സാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. മന്ത്ലി ഒരു മേക്കപ്പ് ക്യാപ്സ്യൂൾ കളക്ഷൻ ഞാൻ റെഡിയാക്കി വെക്കും. ഈ ബാഗിൽ ഇട്ടിരിക്കുന്ന പ്രോഡക്ട്സ് മാത്രമേ ഒരു മാസത്തെ മേക്കപ്പ് റുട്ടീന് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അത് കാരണം തന്നെ ഡെയിലിയുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കുകയും ചെയ്യാം. എല്ലാ മാസവും പ്രോഡക്ട്സ് സ്വിച്ച് ചെയ്ത് എല്ലാ പ്രോഡക്ട്സിനും യൂസ് ഉണ്ടെന്നും ഉറപ്പുവരുത്താം. എന്തായാലും എൻ്റെ മന്ത്ലി മേക്കപ്പ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ബ്യൂട്ടി ക്യാപ്സ്യൂൾ ഏതാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോവാണ്. ആദ്യമായിട്ട് ഒരു മോയ്സ്ചറൈസിംഗ് ആയിട്ടുള്ള ഫേസ് വാഷ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സിമ്പിൾ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിന്റെ ഫേസ് വാഷ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഫേസ് വാഷ് ആണ്. മോയ്സ്ചറൈസിംഗ് ആണ്. എൻ്റെ സ്കിൻ ഒട്ടും തന്നെ ഡ്രൈ ആക്കില്ല. ഇത് വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നത്. ഫേസ് വാഷ് കഴിഞ്ഞ് ആദ്യം അപ്ലൈ ചെയ്യുന്നത് ബേർഡ്സ് ബേസിന്റെ ഈ ഒരു വനില ബീൻ ലിപ് ബാം ആണ്. കാരണം എനിക്ക് വളരെ ഡ്രൈ ലിപ്സ് ആണുള്ളത്. ലോറിയൽ പാരിസിന്റെ റെവിറ്റ ലിഫ്റ്റ് ഹൈറലോണിക് ആസിഡ് എസെൻസിന്റെ ഡ്രൈ സ്കിന്നിനെ മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യും. ഈ സെയിം റേഞ്ചിലെ മോയ്സ്ചറൈസർ ആണ് ഞാൻ അടുത്തതായിട്ട് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ സ്കിൻ കെയർ തിരഞ്ഞെടുക്കുമ്പോഴത്തേനും എപ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരുന്നത് വേണം തിരഞ്ഞെടുക്കാൻ. മാത്രമല്ല നല്ല കമ്പനീസിന്റെ പോപ്പുലർ ആയിട്ടുള്ള പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ സ്കിന്നിൽ ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അക്വലോജിക്ക റേഡിയൻസ് ഡ്യൂയി സൺസ്ക്രീൻ എൻ്റെ പുതിയ ഫേവറേറ്റ് ആണ്. ഇത് നമ്മുടെ ഫേസിന് സൺ പ്രൊട്ടക്ഷൻ മാത്രമല്ല മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് കൂടെയാണ് കൊടുക്കുന്നത്. ഇതെല്ലാം അപ്ലൈ ചെയ്യുമ്പോഴത്തേനും എൻ്റെ സ്കിന്നിന് ഒരു സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ഫിനിഷ് കിട്ടും. നൈക്കയുടെ ഈ പ്രൈമറാണ് ഞാൻ എൻ്റെ ഫൈൻ ലൈൻ സ്പോട്സ് ഒക്കെ ഫില്ല് ചെയ്ത് സ്കിന്നിനെ സ്മൂത്ത് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സ്മാഷ് ബോക്സ് ആൻഡ് ബെക്കയുടെ ഈ ഒരു അണ്ടർ ഐ കറക്റ്ററാണ് ഞാൻ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അണ്ടർ ഐസിൽ മാത്രമല്ല ഐ ലിഡ്സിലും ഞാൻ കുറച്ച് ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. സെഫോറ കളക്ഷന്റെ ബെസ്റ്റ് സ്കിൻ എവർ കൺസീലർ ആണ് ഞാൻ എൻ്റെ അണ്ടർ ഐസിലും പിഗ്മെന്റേഷൻ ഉള്ള പാർട്സിലൊക്കെ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്യുന്നത്. എൽഫിന്റെ ഈ ഒരു സ്പഞ്ചാണ് ഞാൻ എൻ്റെ കൺസീലറും ഫൗണ്ടേഷനും ബ്ലെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. എനിക്കിതിന്റെ ക്വാളിറ്റി ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ നാച്ചുറൽ ആയിട്ട് തോന്നുന്ന ഫിനിഷാണ് ഇത് കൊടുക്കുന്നത്. ഇത് എൻ്റെ മേക്കപ്പ് ബാഗിൽ എപ്പോഴും ഒരു സ്റ്റേപ്പിൾ ആയിരിക്കും എന്ന് എന്തായാലും ഉറപ്പായി. എൻ്റെ എക്കാലത്തെയും ഫേവറേറ്റ് ഫൗണ്ടേഷനാണ് മാക് സ്റ്റുഡിയോ ഫിക്സ് ഫ്ലൂയിഡ് ഫൗണ്ടേഷൻ. ഇതിൻ്റെ തിക്നെസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ഫുൾ ഫേസ് ആൻഡ് നെക്ക് കവർ ചെയ്യാൻ പറ്റും. ഡെയിലി വെയറിന് ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്യാറില്ല. ജസ്റ്റ് ഒരു പമ്പ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഇത് എൻ്റെ സ്കിന്നിന് ഒരു നാച്ചുറൽ ലുക്കാണ് കൊടുക്കുന്നത്. മാത്രമല്ല മേക്കപ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പോലും തോന്നില്ല. ഇത് മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ പൗഡർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യവും എനിക്ക് തോന്നാറില്ല. മേക്കപ്പ് പ്രോസസ്സിൽ ഏറ്റവും എൻജോയബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സ്റ്റെപ്പാണ്. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്യുന്നത് ഒരു തെറാപ്യൂട്ടിക് ഇഫക്റ്റ് ആണ് എനിക്ക് കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കര എൻജോയബിൾ ആയിട്ട് തോന്നുന്നൊരു ടൈമാണിത്. ഐബ്രോസ് ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്യാൻ ഞാൻ 2 പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ഒരു പെൻസിൽ വെച്ച് ഫില്ല് ചെയ്തിട്ട് ഒരു ബ്രോ ജെൽ യൂസ് ചെയ്ത് ഹെയർസ് ഒക്കെ സെറ്റ് ചെയ്യാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. എസെൻസിന്റെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഈ പാലറ്റ് ആണ് ഞാനിപ്പോൾ ഐ ഷാഡോസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. മൂഡ് അനുസരിച്ച് ഏതെങ്കിലും ഒരു ഷെയ്ഡ് ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ പിക്ക് ചെയ്ത് എൻ്റെ ഐ ലിഡ്സിൽ മുഴുവൻ അപ്ലൈ ചെയ്യും. ഇത് ഓപ്ഷണൽ ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. പക്ഷെ ഞാൻ വളരെ എൻജോയ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണിത്. ഒരു ഫൺ ലുക്കിന് മൂഡുള്ളപ്പോൾ ഞാൻ ലാക്മേയുടെ ഈ ഒരു ബ്ലൂ ഐലൈനർ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഡെയിലി വെയറിന് ഞാൻ യൂസ് ചെയ്യുന്നത് മാക്കിന്റെ ബ്ലാക്ക് ട്രാക്ക് എന്ന് പറയുന്ന ഈ ഒരു ജെൽ ലൈനർ ആണ്. ഇത് അധികം കൺവീനിയന്റ് ആയിട്ടൊരു ഓപ്ഷൻ അല്ല. കാരണം എപ്പോഴും ഒരു ബ്രഷ് ക്യാരി ചെയ്താലേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്ന ഒരു പ്രോബ്ലം കൂടെയുണ്ട്. മാർക്കറ്റിൽ എത്ര മസ്കാര ഉണ്ടെങ്കിലും കെ ബ്യൂട്ടിയുടെ ഈ മസ്കാര തന്നെയാണ് എൻ്റെ ഫേവറേറ്റ്. ഈസിലി വാഷബിൾ ആണ്. ഡ്രമാറ്റിക് വോള്യൂം ഒന്നും കൊടുക്കില്ലെങ്കിൽ കൂടെ തന്നെ ക്ലംപ് ചെയ്യാതെ നമ്മുടെ ലാഷസിന് കുറച്ച് വോള്യൂം കൊടുക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് ഒരുപാട് ഹാർഷ് ആയിട്ടുള്ള മസ്കാര റിമൂവൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനത്തെ മസ്കാരയാണ്. നൈക്കയുടെ സ്റ്റിക്ക് ബ്ലഷ് ആണ് എൻ്റെ കറന്റ് ഫേവറേറ്റ്. ഫ്ലേർട്ടി പീച്ച് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഡെയിലി വെയറിന് പറ്റിയൊരു ബ്ലഷ് ആണ്. വളരെ ക്രീമിയാണ്. എൻ്റെ ഡ്രൈ സ്കിന്നിന് ഇപ്പോൾ ക്രീം ബ്ലഷും അല്ലെങ്കിൽ ലിക്വിഡ് ബ്ലഷും ഒക്കെയാണ് കൂടുതൽ ചേരുന്നത്. എന്നും അപ്ലൈ ചെയ്യില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യുന്നതാണ് ബോബി ബ്രൗണിന്റെ ഈ ഒരു മിനി ഷിമ്മർ ബ്രിക്ക്. ഇത് വളരെ സട്ടിൽ ആയിട്ടുള്ള ഒരു ഗ്ലോ ആണ് നമ്മുടെ ചീക്സിന് കൊടുക്കുന്നത്. ഐ ഷാഡോ ആയിട്ടും ഇത് ചിലപ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണ് ലിപ്സിന് വെക്കുന്നത്. ന്യൂഡ് ലിപ്സ്റ്റിക്സും ഒരു ലിപ് ലൈനറും. പ്ലം എന്ന് പറയുന്ന മാക്കിന്റെ ഈ ഒരു ലിപ് ലൈനർ ലിപ്സ് ലൈൻ ചെയ്യാൻ മാത്രമല്ല എൻ്റെ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഒന്ന് ഓൾട്ടർ ചെയ്യാൻ കൂടെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഡെയിലി വെയറിന് 2 ലിപ്സ്റ്റിക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മാക്കിന്റെ സാറ്റിൻ ലിപ്സ്റ്റിക് റിട്രോ എന്ന് പറയുന്ന ഈ ഒരു പിങ്കി ബ്രൗൺ ഷെയ്ഡ്, പീച്ചി ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുള്ള ടോപ്പുമാണ് ഞാൻ വെച്ചിരിക്കുന്ന ഡെയിലി വെയർ ലിപ്സ്റ്റിക്സ്.
ഇന്ന് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ടോപ്പ് എന്ന് പറയുന്ന ഈ ഒരു വോം ബ്രൗൺ ഷെയ്ഡാണ്, ഒരു പീച്ചി ബ്രൗൺ ആണ്. അതുകൊണ്ട് തന്നെ വോം ടോൺഡ് ആയിട്ടുള്ള ഡ്രസ്സസ് ഇടുമ്പം ഇതാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. വീക്കെൻഡ് ഔട്ടിങ്സിൽ ഒരു വൈബ്രന്റ് കളറിന് വേണ്ടി സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു റെഡ് ലിപ് ക്രയോൺ കൂടെ ഞാൻ ഓപ്ഷൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ലിപ്സ്റ്റിക്സ് എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് പുതിയ കളേഴ്സും നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇടയ്ക്കൊരു ഫിക്സിംഗ് സ്പ്രേ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫേസ് മിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി മാക്കിന്റെ ഫിക്സ് പ്ലസും ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബയോഡെർമയുടെ ഈ മൈസലാർ വാട്ടർ ആണ് ഞാൻ ഇതിനു വേണ്ടി വെച്ചിരിക്കുന്നത്. ഇതിന്റെ എല്ലാം കൂടെ തന്നെ ഞാനൊരു നൈറ്റ് ക്രീമും കൂടെ അപ്ലൈ ചെയ്യാറുണ്ട്. അത് ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷെ ഇതെല്ലാം ചേരുന്നതാണ് സെപ്റ്റംബറിലെ എൻ്റെ ഈ മേക്കപ്പ് ബാസ്ക്കറ്റ്. അപ്പോൾ നിങ്ങൾക്കും കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് നിങ്ങളുടെ മേക്കപ്പ് കിറ്റിൽ വേണ്ടതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. എന്തായാലും അടുത്ത മാസം നമുക്ക് കുറച്ച് പ്രോഡക്ട്സ് എങ്കിലും സ്വിച്ച് ചെയ്തിട്ട് വേറെ ഒരു മേക്കപ്പ് ബാസ്ക്കറ്റ് ഉണ്ടാക്കാം. അതുവരെ ഇതാണ് എൻ്റെ മേക്കപ്പ് ബാസ്ക്കറ്റ്. ഈ പ്രോഡക്ട്സ് ആണ് ഞാൻ ഈ മാസം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾ കണ്ടല്ലോ. വളരെ നാച്ചുറൽ ആയിട്ട് തോന്നുന്ന ഒരു നോ മേക്കപ്പ് ലുക്ക് ആണെന്ന് തന്നെ പറയാം. ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് ഓഫീസിലൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന ഒരു മേക്കപ്പ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.